കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്നേഹപൂർവം വന്ദനം ചെയ്യുന്നു. നിങ്ങളോട് ഒരുമിച്ച് ഈ വിലപ്പെട്ട സമയം ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം എനിക്ക് നൽകിയ ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പാസ്റ്റർ അനീഷ് ചില വർഷങ്ങളായി ഞങ്ങൾക്ക് പരിചയമുണ്ട്. അദ്ദേഹത്തെ ഒരുമിച്ച് ആ ഭവനത്തിന്റെ തണലിൽ പാർക്കുവാൻ ഞങ്ങൾക്ക് അവസരം ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദേവദാസൻ അനീഷിനെയും തൻ്റെ സഹധർമ്മിണിയെയും തൻ്റെ പ്രവർത്തനങ്ങളെയും പ്രത്യേകിച്ച് ഈ ചിക്കാഗോ പ്രെയർ ലൈനിനെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ രാവിലെ സമയം ചില നിമിഷങ്ങളിൽ വചനം നിങ്ങളുടെ മുൻപിൽ പ്രസ്താവിപ്പാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവർക്കും ദൈവം ഈ വചന ശുശ്രൂഷ അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. മഹാരാഷ്ട്രയില് കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപയ്ക്കായി വീണ്ടും ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. ചില നിമിഷങ്ങളിലെ ചിന്തയ്ക്കായിട്ട് ഞാൻ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 18-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യമാണ് ഇവിടെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. അതിങ്ങനെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്: യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തൻ്റെ മക്കളോടും തനിക്ക് പിൻപുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ വാക്യമാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ വാക്യം വായിച്ച വേളയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഓർപ്പിച്ച, എന്നെ പഠിപ്പിച്ച ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ട നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അബ്രഹാമിനെ തിരഞ്ഞെടുത്തതിൻ്റെ പർപ്പസ് എന്തെന്ന് ആ വാക്യത്തിൽ ദൈവം എഴുതി വച്ചിട്ടുണ്ട്. അപ്പം അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തത് ഒരു പർപ്പസിനു വേണ്ടിയാണ്, ഒരു പ്രത്യേക പദ്ധതിക്ക് വേണ്ടിയാണ്. ആ പദ്ധതി എന്തെന്ന് അവിടെ കൃത്യമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ വേറൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വാഗ്ദത്ത സന്തതി ജനിക്കുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ വാഗ്ദത്ത സന്തതിക്ക് വേണ്ടിയുള്ള വാഗ്ദത്തം ലഭിച്ചു കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഈ വാക്യവും. 18-ാം അധ്യായത്തിലാണ് നമ്മൾ സ്വർഗദൂതന്മാര് അബ്രഹാമിന്റെ കൂടാരത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നതും അതിനുശേഷം അവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇസഹാക്ക് പിറക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം ഈ വാക്യം, ഇത് അബ്രഹാമിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്ന് ബോധിപ്പിച്ചതുപോലെ, പറഞ്ഞു കൊടുത്തതുപോലെ നമ്മളെക്കുറിച്ചും ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ പിന്നിൽ ഒരു ദൈവിക പദ്ധതി ഉണ്ട്. അത് ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഞാനിവിടെ ഒന്ന് രണ്ട് കാര്യം ഒന്ന് എംഫസൈസ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ പറയുകയാണ്, യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളിച്ചത് അവന് നിവർത്തിച്ചു കൊടുക്കണമെങ്കിൽ കൊടുക്കുവാൻ തക്കവണ്ണം അവൻ ചെയ്യേണ്ട കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അബ്രഹാം തൻ്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടക്കുവാൻ കൽപ്പിക്കണം. യഹോവയുടെ വഴിയിൽ നടക്കുവാൻ കൽപ്പിക്കണം. അത് അബ്രഹാമിന്റെ ഉത്തരവാദിത്തമാണ്. അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ ഈ ഉത്തരവാദിത്വം കൂടെ കൊടുത്താണ് അബ്രഹാമിനെ ഈ പദ്ധതിക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം യഹോവയുടെ വഴിയിൽ നടക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്. ദൈവവചനത്തിൽ അബ്രഹാമും കുടുംബവും നടക്കണം. അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ ഒന്നാമത്തെ പർപ്പസായി ഈ വാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കാണുന്ന ഇതാണ്: ദൈവം തിരഞ്ഞെടുത്ത അബ്രഹാം ദൈവം കൊടുത്തിരിക്കുന്ന വഴിയിൽ, ദൈവം പറഞ്ഞിരിക്കുന്ന വഴിയിൽ അബ്രഹാം നടക്കണം. ആമേൻ. ഹിന്ദിയിൽ ഞങ്ങൾ പറയാറുണ്ട്, അപ്നി മർജിസ് നഹി ചലന എന്ന് പറഞ്ഞാൽ സ്വന്തം താല്പര്യപ്രകാരം നമ്മൾ നടക്കുവാൻ പാടില്ല. മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ചിന്തകൾക്കും വിചാരങ്ങൾക്കും നിലവുകൾക്കും
ആവേശത്തിനും കാഴ്ചപ്പാടിനും അനുസരിച്ചല്ല നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. മറിച്ച് ദൈവം നമുക്ക് വെച്ചിട്ടുള്ള വഴി ഏതെന്ന് നമ്മൾ മനസ്സിലാക്കി ആ വഴിയിൽ കൂടെ തന്നെ നടക്കുവാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും, ഞാനത് ആത്മിക അനുഗ്രഹമായി മാത്രം ചിത്രീകരിക്കുന്നില്ല, മറ്റനുഗ്രഹങ്ങളും സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകുമെന്നുള്ളതാണ് ഈ വചനത്തിന്റെ പശ്ചാത്തലത്തില് എനിക്ക് ദൈവജനത്തോട്, ദൈവദാസന്മാരോട് പറയുവാനുള്ളത്. ഞങ്ങളിവിടെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ പലയിടങ്ങളിൽ പോകുമ്പോൾ, പ്രത്യേകിച്ച് മഹാരാഷ്ട്രക്കാരായിട്ടുള്ള ജീവിതങ്ങളുടെ ഇടയിൽ, മറാഠി സംസാരിക്കുന്ന ആളുകളുടെ ഇടയിലൊക്കെ കടന്നു പോകുമ്പോൾ ഞാൻ പല ഭവനങ്ങളിലും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, അപ്പൻ എന്നുള്ള നിലയിൽ ആ കുടുംബത്തെക്കുറിച്ച് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ അപ്പൻ്റെതായ സ്വാർത്ഥതയിൽ, അപ്പൻ്റെതായ ഇഷ്ടങ്ങളിൽ മാത്രം മുഴുകി അവർ മുന്നോട്ട് പോകുന്നതും, അത് മുഖാന്തരം ആ കുടുംബങ്ങൾ, ആ വൈഫ്, കുഞ്ഞുങ്ങൾ ഒക്കെ തകർന്ന് വളരെ വേദനപ്പെടുന്ന നിലയിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച ഞങ്ങൾ ഇവിടെ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. മലയാളികളാകുന്ന നമ്മൾ കുറച്ചും കൂടെ കുടുംബത്തെ നോക്കുകയും ചെയ്യുകയും അവർക്ക് വേണ്ടി പലതും ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുമെങ്കിലും പലരുടെയും ഹൃദയത്തിൽ പലപ്പോഴും സ്വാർത്ഥത ഉണ്ടായിട്ട് വേണ്ടിയ നിലകളിൽ ദൈവവചനത്തിന്റെ പ്രസക്തി കുടുംബത്തിലേക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയാതെ പലപ്പോഴും പല കുടുംബങ്ങളും പരാജിതരായി തീരുന്ന കാഴ്ച നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രമാണം ഒരു കാലത്തും മാറാത്ത പ്രമാണമാകയാൽ ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന, ഈ വൈകവേളയിൽ അല്ലെങ്കിൽ അമേരിക്കയിൽ ഇരുന്ന് വൈകവേളയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരാകുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ഒരു ദാസൻ എന്നുള്ള നിലയിൽ വളരെ വളരെ സമർപ്പണത്തോടെ, വളരെ ഭവ്യതയോടെ ഞാൻ പറയട്ടെ, നമ്മുടെ കുടുംബത്തെ കുറിച്ചുള്ള ഉത്തരവാദിത്വം ദൈവം നമ്മുടെ കരങ്ങളിലാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ ഭർത്താവാണെങ്കിൽ അല്ലെങ്കിൽ പിതാവാണെങ്കിൽ നമ്മുടെ തലമുറയെക്കുറിച്ചുള്ള ഉത്തരവാദിത്വവും ദൈവം നമ്മുടെ കരങ്ങളിലാണ് നൽകിയിരിക്കുന്നത്. ദൈവത്തിന്റെ വഴികളിൽ ദിനംപ്രതി നടക്കണമെന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം. അത് പകലായാലും രാത്രിയായാലും, അത് ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും, നമ്മൾ ഏത് ദേശത്തായിരിക്കുന്നു അല്ലെങ്കിൽ ഏത് സമയത്തായിരിക്കുന്നു, ഏത് സീസണിലായിരിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് എല്ലായ്പ്പോഴും ദൈവത്തിന്റെ വഴികളിൽ നമ്മൾ നടക്കണം എന്നുള്ള ആ ഒരു സത്യമാണ് ദൈവം അബ്രഹാമിന് തന്നെ കൊടുത്തത്. ആദ്യം ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിക്ക് തന്നെ കൊടുത്തത് അതാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു അനുഭവം എല്ലായ്പ്പോഴും ദൈവത്തിന്റെ വഴികളിൽ, ഒരു പിതാവാണെങ്കിൽ മക്കളുടെ മുൻപിൽ അത് സാക്ഷ്യമായി എൻ്റെ പിതാവ് നടക്കുന്നത് ദൈവത്തിന്റെ വഴികളിലാണ് എന്ന് തലമുറ പിന്നത്തേതിൽ പറയത്തക്കവണ്ണമുള്ള ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുവാനിടയാകണം. ഒരു മാതാവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കുടുംബമാണെങ്കിൽ ഞങ്ങൾ നടക്കുന്നത് ദൈവത്തിന്റെ വഴികളിൽ തന്നെയാണ് എന്ന് തലമുറകളും പിന്നീടുള്ളവരും പറയത്തക്കവണ്ണം, മരിക്കുന്ന വേളയിൽ പറയുന്ന ചില അഭിനന്ദനത്തിന്റെ വാക്കുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സാക്ഷ്യം പ്രാപിക്കുവാൻ തക്കവണ്ണം അബ്രഹാമിനെ കുറിച്ചുള്ള ദൈവിക പദ്ധതി ഈ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് പോലെ നമ്മെക്കുറിച്ചും അതേ ദൈവിക പദ്ധതിയാണ് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ തലമുറകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാനും ദൈവത്താൽ മാനിക്കപ്പെടുവാനും ഇടയായിത്തീരും. രണ്ടാമത്തെ കാര്യം ഇവിടെ പറഞ്ഞത് നീതിയും ന്യായവും പ്രവർത്തിക്കണം. ഒന്ന്, യഹോവയുടെ വഴികളിൽ നടക്കണം. രണ്ടാമത് പറയുന്നു നീതിയും ന്യായവും പ്രവർത്തിക്കണം. അപ്പൊ നമ്മുടെ ദിനംപ്രതിയുള്ള ജീവിതയാത്രയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നീതിയുള്ള കാര്യങ്ങളായിരിക്കണം, ന്യായമുള്ള കാര്യങ്ങളായിരിക്കണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് അന്യായമായ കാര്യങ്ങൾ, അനീതിയുടെ കാര്യങ്ങൾ പലരും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ ഒരുപക്ഷെ തിരിച്ച് പകരം ചെയ്യുവാനുള്ള ഒരു പ്രേരണയും ഒരു ഇച്ഛയുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരാം. പക്ഷെ ആ സമയത്ത് പോലും
ഞാനും നിങ്ങളും നീതിയും ന്യായവും നമ്മുടെ ജീവിതത്തിൽ വെച്ചു പുലർത്തുവാൻ തയ്യാറായാൽ നമ്മുടെ തലമുറകൾക്കാണ് അത് അനുഗ്രഹം എന്നുള്ളത് ദൈവത്തിന്റെ ജനം ഈ രാവിലെ ഓർക്കുന്നത് നന്നായിരിക്കും. കാരണം ദൈവം പറയുന്നു, അങ്ങനെ പ്രവർത്തിച്ച് നടന്നാൽ ഞാൻ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളെല്ലാം, ഞാൻ അരുളി ചെയ്തിരിക്കുന്ന വാഗ്ദത്തങ്ങളെല്ലാം, എന്റെ പർപ്പസ്, എന്റെ പ്ലാന് എല്ലാം അബ്രഹാമിലൂടെയും അവന് പിൻപ് ശേഷിക്കുന്ന തലമുറയിലൂടെയും പുറത്തു വരുവാനിടയായിത്തീരും. മറ്റു ജീവിതങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അന്യായം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ട്രബിൾ ഉണ്ടായി, എന്തോ ട്രബിൾ ഉണ്ടായി, ലാപ്ടോപ്പ് സഡൻ ബന്ധായി. നീതിയും ന്യായവും നടത്തുവാൻ തന്നെയാണ് ദൈവം നമ്മെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അനുദിനം ദൈവിക നീതിയും ദൈവിക ന്യായവും എന്തു വില കൊടുത്തും നടത്തുവാൻ ഞാനും നിങ്ങളും പ്രതിബദ്ധരാണ്. നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അത് മാത്രമാണ്. ഈ രണ്ട് കണ്ടീഷനാണ് ദൈവം ഇവിടെ ആദ്യം വെച്ചിരിക്കുന്നത്. കാര്യങ്ങളാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ രണ്ട് കണ്ടീഷൻ അബ്രഹാം ഫുൾഫിൽ ചെയ്യുവാൻ തയ്യാറായാൽ, അബ്രഹാമിന്റെ ജീവിതത്തിൽ അത് നിറവേറുവാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ദൈവം നിറവേറ്റുമെന്നാണ് നമ്മളിവിടെ കാണുന്നത്. യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുക്കുവാൻ. എന്താണോ ദൈവം അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് നിവർത്തിച്ചു കൊടുക്കുവാൻ, അതിനെ പൂർത്തീകരിച്ചു കൊടുക്കുവാൻ, അതിൻ പ്രകാരം ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദൈവം അബ്രഹാമിൽ നിന്ന് ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദൈവത്തിന്റെ വഴിയിൽ അബ്രഹാം നടക്കണം, അവന്റെ തലമുറയെ അത് അഭ്യസിപ്പിക്കണം, അവന്റെ തലമുറകൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. രണ്ട്, അബ്രഹാം ദൈവിക നീതി ന്യായം തന്റെ ജീവിതത്തിൽ വെച്ചു പുലർത്തുവാൻ താൻ തയ്യാറാകണം. അങ്ങനെ ചെയ്താൽ ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം നിവർത്തിച്ചു കൊടുക്കുമെന്നാണ് ഈ വചനത്തിൽ വ്യക്തമായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം അബ്രഹാമിന്റെ ജീവിതയാത്രയിൽ പലപ്പോഴും അന്യായം തന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ, അതിലെ ഒരു കാര്യം ഇവിടെ മുന്നോട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മുന്നിലുള്ള ചാപ്റ്ററുകളിൽ നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. അബീമേലെക്ക് എന്ന് പറയുന്ന ഒരു ഫെലിസ്ത്യ രാജാവ് അബ്രഹാമിന്റെ ദാസന്മാര് കുഴിച്ച കിണറ് അപഹരിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 21-ാം അധ്യായത്തിന്റെ ഒരു വാക്യമാണ് നമുക്കിവിടെ അത് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഈ 21-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. 25-ാം വാക്യം. എന്നാൽ അബീമേലെക്കിന്റെ ദാസന്മാർ അപഹരിച്ച കിണർ നിമിത്തം അബ്രഹാം അബീമേലെക്കിനോട് ഭത്സിച്ചു പറഞ്ഞു, അതിന് അബീമേലെക്ക്, ഈ കാര്യം ചെയ്തത് ആരെന്ന് ഞാൻ അറിയുന്നില്ല, നീ എന്നെ അറിയിച്ചിട്ടുമില്ല, ഇന്നല്ലാതെ ഞാൻ അതിനെക്കുറിച്ച് കേട്ടിട്ടുമില്ല എന്ന് പറഞ്ഞു. ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ അബീമേലെക്കിന്റെ ദാസന്മാർ, അബീമേലെക്ക് ഫെലിസ്ത്യ രാജാവാണ്,
ഫെലിസ്ത്യ രാജാവിന്റെ ദാസന്മാർ അബീമേലെക്കിന്റെ ദാസന്മാർ അന്യായം ചെയ്തപ്പോൾ, അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ അന്യായം ഉണ്ടായപ്പോൾ, അബ്രഹാം അന്യായത്തിന് പകരം അന്യായം ചെയ്യുകയല്ല, മറിച്ച് ആ കാര്യം അറിയിക്കുവാൻ പോലും പോയില്ല, പറയുവാൻ പോലും പോയില്ല. പക്ഷെ ഇവിടെ ആമേൻ അബീമേലെക്ക് അബ്രഹാമിന്റെ അടുക്കൽ കടന്നു വന്ന് അവനോട് ഒരു ഉടമ്പടി ചെയ്യുവാൻ, അവനോട് നല്ലത് ചെയ്യുവാൻ ആവശ്യപ്പെടുന്ന വേളയിലാണ് ഇവിടെ അബ്രഹാം ഈ കാര്യം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അബീമേലെക്ക് പറയുന്നത് ഇങ്ങനെയാ, ഈ കാര്യം നീ എന്നെ അറിയിച്ചിട്ടുമില്ല, ഞാൻ അറിഞ്ഞിട്ടുമില്ല. ന്യായത്തിനു വേണ്ടി, അന്യായത്തിനു വേണ്ടി തന്റെ സമയം ചെലവിടുവാനല്ല, മറിച്ച് ന്യായത്തിനു വേണ്ടി തന്റെ സമയം ചെലവിടുന്ന ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം. അന്യായം ചെയ്യുന്നവരോട് ദൈവം നോക്കിക്കൊള്ളും എന്ന് മനസ്സിലാക്കി മിണ്ടാതെ ഇരുന്ന ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം. നമ്മൾ പലപ്പോഴും ആമേൻ വിശ്വാസികളുടെ പിതാവെന്ന് അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞ് ആ ഒരു നിലയിൽ മാത്രം നമ്മൾ കാണുമ്പോൾ, അബ്രഹാമിന്റെ ക്യാരക്ടർ, അബ്രഹാമിന്റെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഏറ്റെടുക്കുവാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ ജീവിതവും ധന്യമായി തീരുവാനിടയായിത്തീരും. ആ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അന്യായത്തിന്റെ മുൻപിൽ, നീതികേടിന് മുൻപിൽ ഞാനും നിങ്ങളും പകച്ചു നിന്ന് അവരെ പോലെ അന്യായം ചെയ്യുവാനല്ല ആമേൻ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. ആമേൻ അന്യായത്തെ ന്യായം കൊണ്ട് ജയിക്കുവാൻ, അന്യായത്തിന് മുമ്പിൽ തോറ്റുകൊടുക്കാതെ, അന്യായം ചെയ്ത് തോറ്റുകൊടുക്കാതെ ന്യായത്തോട് തന്നെ ജീവിതയാത്ര മുന്നോട്ട് നയിച്ച് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ആ നന്മകൾ, അനുഗ്രഹങ്ങൾ, ആ വാഗ്ദത്തത്തിന്റെ നിവർത്തിയിലേക്ക് ദൈവം നമ്മെ നടത്തുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ നമ്മൾ സമർപ്പിച്ചു വേണം ഓരോ ദിവസവും മുന്നോട്ട് പോകുവാൻ. ഈ ലോകത്തിൽ ആമേൻ നമ്മളായിരിക്കുന്ന വേളയിൽ സമൂഹത്തിൽ നിന്ന് അന്യായം നമുക്ക് ലഭിച്ചെന്ന് വരാം, ആമേൻ കുടുംബത്തിൽ നിന്ന് അന്യായം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരാം, പല ആമേൻ ആത്മീക ശുശ്രൂഷകളിൽ നമ്മളോട് അന്യായം പലരും കാണിച്ചെന്ന് വരാം. ഇതൊന്നും നമ്മൾ കൂസാതെ, ഇതിലൊന്നും നമ്മൾ തളർന്നു പോകാതെ, ഇതിലൊന്നും നമ്മൾ ഭാരപ്പെട്ടു പോകാതെ, ദൈവം ഇങ്ങനെയൊക്കെയാണല്ലോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ള ആ നിരാശയിലേക്ക് നമ്മൾ വഴുതി വീഴാതെ, ദൈവജനമാകുന്ന ഞാനും നിങ്ങളും ഓരോ ദിവസവും നീതിയോടെ, ന്യായത്തോടെ മുന്നോട്ട് പോകുവാൻ തയ്യാറായാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി ആമേൻ പിന്നത്തേതിൽ നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി കർത്താവ് നമ്മെയും നമ്മുടെ തലമുറകളെയും മാനിക്കുവാനിടയായിത്തീരും. 22-ാം അധ്യായം 21-22 നമ്മൾ കടന്നു വരുമ്പോൾ, ഇവിടെ ആമേൻ അബീമേലെക്ക് അന്യായം ചെയ്ത ആ ദേശത്തിലെ രാജാവ് ആമേൻ അബ്രഹാമിന്റെ അടുക്കൽ കടന്നു വന്ന് അവനോട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, നിന്റെ സകല പ്രവൃത്തിയിലും ദൈവം നിന്നോട് കൂടെ ഉണ്ട്, നിന്റെ സകല പ്രവൃത്തിയിലും. അതിന്റെ അർത്ഥം ദൈവം നിന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുക. ഒരു ജാതീയ രാജാവിന്റെ സാക്ഷ്യമാണ്. അബ്രഹാം പൈസ കൊടുത്ത് പറയിപ്പിച്ച സാക്ഷ്യമല്ല. ഇന്ന് സമൂഹത്തിന്റെ നടുവിൽ പലപ്പോഴും പലരും പറഞ്ഞു പറയിപ്പിക്കുമ്പോൾ ആമേൻ ഇവിടെ അബീമേലെക്കിനെ വിളിക്കാതെ തന്നെ അബ്രഹാമിന്റെ അടുക്കലേക്ക് അബീമേലെക്കും തന്റെ സേനാപതിയായ ഫീക്കോലും ഒരുമിച്ച് കടന്നു വന്നിട്ട് അബ്രഹാമിനോട് പറയുക, നിന്റെ സകല പ്രവൃത്തിയിലും ദൈവം നിന്നോട് കൂടെ ഉണ്ട്. ആമേൻ ഇങ്ങനെ പറയുകയാണ്, അതുകൊണ്ട് നീ ഞങ്ങളോട് ഒരു ഉടമ്പടി ചെയ്യണം, അതുകൊണ്ട് നീ ഞങ്ങളോട് ന്യായത്തോടെ ഇടപെടണം. ആമേൻ അന്യായം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ കാണിക്കരുത്, ഞങ്ങളോട് ദയ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് അബ്രഹാമിന്റെ അടുക്കിലേക്ക് വരികയാണ്. നമ്മൾ ഓർക്കണം, അന്നത്തെ ഒരു രാജാവാണ് ഈ പരദേശിയായി വന്നു പാർക്കുന്ന അബ്രഹാമിന്റെ അടുക്കൽ ഇപ്രകാരമുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആമേൻ അവന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നത്. നമ്മള് എവിടെയായിരുന്നാലും ഇപ്രകാരം ന്യായത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി നിലനിൽക്കുവാൻ തയ്യാറായാൽ തീർച്ചയായും സ്വർഗത്തിലെ ദൈവം പിന്നത്തേതിൽ അവിടെ തന്നെ വിരോധികളായവരെ പോലും, അന്യായം ചെയ്തവരെ പോലും നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് ദൈവത്തിന്റെ മഹത്വത്തിനായി അവരെ കൊണ്ട് പറയിപ്പിക്കുവാൻ, അബ്രഹാമിനെ കുറിച്ച് അബീമേലെക്ക് പറഞ്ഞതുപോലെ നിന്റെ പ്രവൃത്തിയിൽ ദൈവം നിന്നോട് കൂടെ ഉണ്ട് എന്ന് പിന്നത്തേതിൽ പറയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ.
ചില വർഷങ്ങളായിട്ട് അബീമേലെക്ക് അബ്രഹാമിനെ ഒബ്സർവ് ചെയ്യുകയായിരുന്നു. അബ്രഹാം എന്ത് ചെയ്യുന്നു എന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നിരീക്ഷണത്തിന് ശേഷമാണ് ഈ വചനം വന്ന് അബ്രഹാമിനോട് പറയുന്നത്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അവൻ ഒബ്സർവ് ചെയ്തപ്പോൾ, നിരീക്ഷിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എൻ്റെ കൂടെ ഇല്ലാത്ത ആരോ ഒരാള് അവന്റെ കൂടെ ഉണ്ട്. ഇവൻ ജാതീയ രാജാവാണ്. അന്ന് ഫെലിസ്ത്യര് ബിംബാരാധികളായിരുന്നു എന്ന് നമ്മുടെ ഈ വചനത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് അവർ ബിംബാരാധികളല്ല ഫിലിസ്ത്യൻസ്, പക്ഷെ അന്ന് ബിംബാരാധികളായിരുന്നു. ആ സമൂഹത്തിന്റെ നടുവിൽ അവർക്ക് പറയുവാനുള്ളൊരു കാര്യം, നിന്റെ കൂടെ ഒരു ദൈവമുണ്ട്, നിന്റെ പ്രവൃത്തിയിൽ ദൈവമുണ്ട്, നിന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ഈ രാവിലെ സമയം ഇവിടെ ഇരുന്നു കൊണ്ട് ഇത് തന്നെ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. വരും നാളുകളിൽ ചിലര് വന്ന് നിങ്ങളെ കഴിഞ്ഞ നാളുകളിൽ അന്യായം ചെയ്തവർ, നിങ്ങളോട് എതിർത്തവർ, നിങ്ങൾക്കെതിരെ ബുരാഭല്ല പറഞ്ഞവർ, ആവശ്യമില്ലാത്ത പലതും പറഞ്ഞു പിടിപ്പിച്ചവരൊക്കെ പിന്നത്തേതിൽ വന്ന് നിന്റെ പ്രവൃത്തിയിൽ ദൈവമുണ്ട് എന്ന് അംഗീകരിച്ച് നിന്റെ കൂടെ ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞ് നമ്മളോട് ഒരുമിച്ച് ദൈവനാമത്തിന് മഹത്വം കരയറ്റുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ തലമുറകളിൽ വെളിപ്പെടട്ടെ എന്ന് ഞാനെന്ന് പ്രാർത്ഥിക്കുകയാണ്. 23-ാം വാക്യത്തിൽ പറയുന്ന ആ കാര്യം ഒന്ന് വായിച്ചു വിട്ടതിന് ശേഷം ഞാൻ കൺക്ലൂഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ആകയാൽ നീ എന്നോടോ എന്റെ സന്തതിയോടോ, 21-ന്റെ 23-ാം വാക്യമാണ്. ആകയാൽ നീ എന്നോടോ എന്റെ സന്തതിയോടോ എന്റെ കുലത്തോടോ വ്യാജം പ്രവർത്തിക്കാതെ ഞാൻ നിന്നോട് ദയ കാണിച്ചതുപോലെ നീ എന്നോടും നീ പാർത്തു വരുന്ന ദേശത്തോടും ദയ കാണിക്കുമെന്ന് ദൈവത്തെ ചൊല്ലി ഇവിടെ വെച്ച് എന്നോട് സത്യം ചെയ്യുക എന്ന് പറഞ്ഞു. ആ ദേശത്തോടുള്ള ബന്ധത്തിൽ, രാജാവിനോടുള്ള ബന്ധത്തിൽ അബ്രഹാം ദയ കാണിക്കണമെന്ന്, നീതിയും ന്യായവും പ്രവർത്തിക്കുവാനാണ് അബ്രഹാമിനെ ദൈവം വിളിച്ചത്, തിരഞ്ഞെടുത്തത്. ഇവിടെ ഈ രാജാവ് പറയുകയാണ്, അത് തന്നെ ദയ എന്ന് പറയുമ്പോൾ ദയയിലുണ്ട് നീതിയും ന്യായവും, അത് തന്നെ തനിക്ക് ചെയ്തു കൊടുക്കണം എന്ന് ആ രാജാവ് ആവശ്യപ്പെടുക മാത്രമല്ല, ഉടമ്പടിക്ക് വേണ്ടി അബ്രഹാമിനെ നിർബന്ധിക്കുകയാണ്. ഞാനും നിങ്ങളും ഇങ്ങനെയുള്ള ഒരു ചരിത്രം നമ്മുടെ ജീവിതത്തിൽ വരും നാളുകളിൽ ഉണ്ടാക്കുവാൻ, അതേ നിലയിൽ മുന്നോട്ട് പോകുവാൻ കർത്താവ് നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. പല പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം, പല വിഷയങ്ങളിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. പക്ഷെ അതിന്റെ നടുവിലൊന്നും ഞാനും നിങ്ങൾ തളർന്നു പോകാതെ ദൈവം തന്ന വ്യവസ്ഥയ്ക്ക് അനുസരിച്ച്, ദൈവം തന്ന പ്രമാണത്തെ, ദൈവിക വഴികളിൽ നടക്കുവാനുള്ള ദൈവിക പ്രമാണത്തെ, നീതിയും ന്യായവും പ്രവർത്തിക്കുവാനുള്ള ആ പ്രമാണത്തെ മുറുകെ പിടിച്ച് ദൈവഹിത പ്രകാരം മുന്നോട്ട് ചുവടുവെക്കുമെങ്കിൽ തലമുറകൾ തീർച്ചയായും അനുഗ്രഹിക്കപ്പെടും. അവരും ദൈവത്തിന് സാക്ഷ്യമായി മാറത്തക്കവണ്ണം. അബ്രഹാമിന് ശേഷം ഇസ്ഹാക്ക് ദൈവത്തിന് സാക്ഷ്യമായി മാറിയതുപോലെ കുടുംബത്തിന്റെ കണ്ടിന്യൂവിറ്റിയിൽ, അതായത് പീഡിയോമേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നമ്മളോട് കൂടെ ഇരിക്കട്ടെ, നമ്മെ നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതൊരു നിസ്സാരവാക്യമായിട്ട് ഞാൻ കാണുന്നില്ല. ഇത് വളരെ ശ്രേഷ്ഠമായ ഒരു വചനമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു തീരുമാനമുണ്ട്. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരാകുന്ന നിങ്ങൾക്കും അങ്ങനെ ഒരു തീരുമാനമുണ്ടെങ്കിൽ, ഒരു പക്ഷേ ഏതെങ്കിലും പരാജയങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് അതിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച്, കർത്താവെ വന്നിട്ടുള്ള പരാജയങ്ങളെ ഞാൻ മറന്ന് ദൈവത്തിനു വേണ്ടി ദിവസങ്ങളിൽ ശക്തമായി നീതിയോടെ, ന്യായത്തോടെ, ദൈവിക വഴികളിൽ നിലനിൽക്കുവാൻ ദൈവമേ എനിക്ക് കൃപ തരണമേ എന്ന് ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്വർഗത്തിലെ ദൈവം വാസ്തവമായും നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നമ്മുടെ തലമുറകളെയും നമ്മുടെ കുടുംബത്തെയും വാസ്തവമായും ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ദൈവം അതിനായി നിങ്ങളെ ഏവരെയും ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിവർത്തിച്ചു കൊടുപ്പാൻ, അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം നിവർത്തിച്ചു കൊടുപ്പാൻ, ആ നിവർത്തിയിലേക്ക് ദൈവം ഈ വർഷത്തിൽ നമ്മെ ഓരോരുത്തരെയും നടത്തട്ടെ. ഈ നാളുകളിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും നടത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം എനിക്ക് നൽകി തന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അനീഷിനോട്, കുടുംബത്തോട്, നിങ്ങൾ എല്ലാവരോടും എൻ്റെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ.
ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടത്. അബ്രഹാമിനെ തിരഞ്ഞെടുത്തു, അബ്രഹാമിനെ കർത്താവ് വിളിച്ചു, വിശ്വാസത്തോടുകൂടെ അബ്രഹാം പോയി എന്നൊക്കെ നമ്മൾ എപ്പോഴും നമ്മൾ വായിക്കാറുണ്ട്, നമ്മളത് കേൾക്കാറുണ്ട്. എന്നാൽ അബ്രഹാമിനെ തിരഞ്ഞെടുത്തത് എന്തിനാണ്? ലോകം അവനാൽ അനുഗ്രഹിക്കപ്പെടുന്നതിനാണ്. പക്ഷേ അങ്ങനെ അനുഗ്രഹിക്കപ്പെടുന്നതിന് മുമ്പ് അതിൻ്റെ അകത്തൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. എന്താണ്? എൻ്റെ വഴികളിൽ, ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്നതിന് വേണ്ടിയാണ് അബ്രഹാമിനെ തിരഞ്ഞെടുത്തത്. പ്രിയമുള്ളവരെ, ദൈവ വഴിയിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാരമായിട്ടുള്ള കാര്യമില്ല. നമ്മുടെ ജീവിതത്തെ തന്നെ സമ്പൂർണ്ണമായി ദൈവഹിതത്തിന് സമർപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ പാടിയ പാട്ടതാണ്, നിന്റെ ഹിതം പോലെ എന്നെ നടത്തണമേ, എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം പോലെ നടത്തണമെന്ന്. എത്ര അർത്ഥവത്തായിട്ടുള്ള പാട്ടാണ്. നമ്മളിതൊക്കെ പാടി ഇങ്ങ് വീടുക എന്നല്ലാതെ അത് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളത് നമ്മൾ വളരെ ചിന്തിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ വഴിയിൽ മാറിപ്പോകാതെ ആ വഴിയിൽ തന്നെ നടക്കുന്നതിന് വേണ്ടിയാണ് അബ്രഹാമിനെ തിരഞ്ഞെടുത്തത്. രണ്ടാമതായിട്ട്, നീതിയും ന്യായവും പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് അബ്രഹാമിനെ തിരഞ്ഞെടുത്തത്. പ്രിയമുള്ളവരെ, അന്യായം നിറഞ്ഞ ഈ ലോകത്തിൽ ആ നീതിയും ന്യായവും പ്രവർത്തിക്കുന്നതിന് വേണ്ടി തന്നെയുമല്ല, നീതിയും ന്യായം പ്രവർത്തിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, അത് തൻ്റെ തലമുറയെ, അനന്തര തലമുറയെ അത് പഠിപ്പിക്കുന്നതിനും അതിലവരെ പരിശീലിപ്പിക്കുന്നതിനും വേണ്ടി കൂടെയാണ് അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തത്. നീതിയും ന്യായവും തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, തന്നോട് അന്യായം ചെയ്തവരോട് പോലും അബ്രഹാം ശാന്തനായിട്ട് അതിന് പ്രതികാരമൊന്നും ചെയ്യാതെ ശാന്തനായിട്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാം, അബ്രഹാമിൻ്റെ കാലത്ത് അല്ലെങ്കിൽ പഴയ നിയമകാലത്ത് പകരത്തിന് പകരം എന്നുള്ള കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക്, അങ്ങനെയാണ്. എന്നാൽ അബ്രഹാമിനെ വന്ന് ഉപദ്രവം ചെയ്ത ആളുകളോട് അബ്രഹാം അതിന് മറുപടി പോലും പറയാതെ, അത് പുതിയ നിയമത്തിലെ കർത്താവ് പറഞ്ഞതായിട്ടുള്ള ഒരു ആശയമാണ്. കർത്താവ് പഠിപ്പിച്ചതാണ്, നിങ്ങളോട് അന്യായം ചെയ്യുന്നവരോട് നിങ്ങൾ എതിർക്കരുത്. നിങ്ങൾ അന്യായം ചെയ്യുന്നവരോ അല്ല, നിങ്ങളോട് ചോദിക്കുന്നവർക്ക് നിങ്ങൾ കൊടുപ്പീൻ. അന്യായം ചെയ്യുന്നവരോട് എതിർക്കാനോ അവരോട് പകരം ചെയ്യാനോ പോരുത്. നന്മയാൽ തിന്മയെ ജയിക്കുക. അബ്രഹാം പഴയ നിയമകാലത്ത് തന്നെ, അത് ആർക്കും അറിയാതിരുന്ന ആ കാലത്ത് തന്നെ നന്മയാൽ തിന്മയെ ജയിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് നമ്മൾ കണ്ടു. ജാതീയനായ ഒരു രാജാവ്, ഒരു മഹാരാജാവാണ് അബ്രഹാം, രാജാവൊന്നുമല്ല. എന്നാൽ ഒരു രാജാവ് വന്ന് അബ്രഹാമിനോട് പറയുകയാണ്, നമുക്ക് സന്ധി ചെയ്ത്. എന്തുകൊണ്ടാണ്? കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ മറ്റുള്ളവരിൽ കാണാത്തതായ ഒരു പ്രത്യേകത താൻ അബ്രഹാമിൽ കണ്ടു. അതുകൊണ്ടാണ് ആ രാജാവ് എന്ന് പറയുകയാണ്, നമുക്ക് തമ്മിൽ ഒരു രാജാവും തമ്മിലാണ് ഉടമ്പടി ചെയ്യുന്നത്. രാജാക്കന്മാർ തമ്മിലാണ് ഉടമ്പടി ചെയ്യുന്നത്. രാജാവ് ഒരു സാധാരണക്കാരൻ്റെ അടുത്ത് ചെന്ന് ഉടമ്പടി സാധാരണ ചെയ്യാറില്ല. പക്ഷേ അബ്രഹാം വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ്. ഒരു രാജാവിനേക്കാളും ശക്തനായ ഒരു വ്യക്തിയാണ്. അവന് ഒരു പ്രത്യേകതയുണ്ട്. ദൈവം, ജീവനുള്ളവനായ ദൈവം അവനോട് കൂടെ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കി ഈ രാജാവ് വന്ന് അബ്രഹാമിനെ ആദരിക്കുകയും ഉടമ്പടി ചെയ്യുകയും ഒക്കെയാണല്ലോ. പ്രിയമുള്ളവരെ, ഇന്ന് അതിക്രമങ്ങളും അന്യായവും നിറഞ്ഞിരിക്കുന്ന ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ഈ ഒരു മാതൃക നമ്മൾ എത്ര ശക്തമായ ഒരു മാതൃകയാണ്. അബ്രഹാമിനെ പോലെ നീതിയും ന്യായവും പ്രവർത്തിക്കുകയും അന്യായം ചെയ്യുന്നവരോട് തട്ടിക്കയറാൻ പോകാതെ അന്യായം സഹിക്കുകയൊക്കെ ചെയ്യാം. കർത്താവ് പറഞ്ഞാൽ, നിങ്ങൾ എന്തുകൊണ്ട് അന്യായം സഹിക്കുന്നില്ല? അന്യായം സഹിക്കുകയൊക്കെ ചെയ്യാനുള്ള ആ ഒരു അത് മാനുഷികമല്ല. അന്യായം സഹിക്കുക എന്നുള്ളത് ഒരു ദൈവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ദൈവികമായിട്ടുള്ള ആ ഒരു കാര്യം ചെയ്യാൻ ഈ ദിവസങ്ങൾ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അത് ആളുകൾ കാണുമ്പോൾ, ലോകം അത് കാണുമ്പോൾ, ലോകത്തിനെ മാറ്റിമറിക്കാനായിട്ട് അത് നമുക്ക് സാധിക്കും. കർത്താവ് അതിന് നമ്മളെ എല്ലാവരെയും ശക്തരാക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ എത്ര ശക്തമായിട്ടുള്ള ഒരു ആശയമാണ്, ശക്തമായിട്ടുള്ളൊരു ദൂതാണ് നമ്മളോട് പറഞ്ഞ് ഈ ദൂതിൻ്റെ മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. അങ്ങനെ നമ്മളോട് അന്യായം ചെയ്യുന്നവരെയും നന്മയാൽ തിന്മയെ ജയിച്ചുകൊണ്ട് കർത്താവിൻ്റെ സാക്ഷികളായിട്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ ലോകത്തിൻ്റെ വെളിച്ചങ്ങളായിട്ടിരിക്കാം. കർത്താവ് തൻ്റെ ആത്മാവ് മൂലം അതിന് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് തിരുവനന്തപുരം സംസാരിച്ച പാസ്റ്റർ ജോസഫ് ചെറിയ അസംബ്ലീസ് ഓഫ് ഗോഡ് മഹാരാഷ്ട്ര സെന്ററിൻ്റെ അസിസ്റ്റന്റ് സൂപ്രണ്ടായിട്ട് പ്രവർത്തിക്കുന്നു. കർത്താവിൻ്റെ ദാസന് എല്ലാവിധ അനുഗ്രഹങ്ങളും കർത്താവ് നൽകട്ടെ. ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. താങ്ക് യു.